Brutal attack on a nurse in Palms West Hospital. A nurse for 21 years at Palms West Hospital escaped and was arrested running down Southern. The siblings are out. We are still investigating what happened. You're about to hear from the victim's family while she's still in the hospital with severe injuries to her face and to her brain. ഹലോ ഫ്രണ്ട്സ്, ഒരു സമയത്ത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ജോലി ചെയ്തിരുന്ന നമ്മളുടെ നേഴ്സസ് അതിനുശേഷം ഗൾഫ് നാടുകളിലേക്കും പിന്നീട് വികസിത രാജ്യങ്ങൾ, അതായത് വെൽ ഡെവലപ്ഡ് കൺട്രീസായ അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ ഇതുപോലുള്ള രാജ്യങ്ങൾ ധാരാളം വേക്കൻസികൾ വന്നതോടുകൂടി അവർക്ക് ഫാമിലി ഉൾപ്പെടെ അവിടെ പോയി സെറ്റിൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടി ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാളികളായ നേഴ്സസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വലിയ ഹോസ്പിറ്റലുകളിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ മലയാളികളെ സംബന്ധിച്ചോളം അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഏതൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയോ UK പോലുള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള രാജ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ഹോസ്പിറ്റലിൽ അവർക്ക് ഈസി ആയിട്ട് ജോലി ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. കാരണം അത്രയ്ക്ക് അവർ ബ്രില്യൻ്റ് ആണ്. അതേപോലൊക്കെ തന്നെ ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള UK വന്നു കഴിഞ്ഞാൽ ഓരോ വാർഡുകളിലും നമ്മൾ പോയി കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 10 നേഴ്സെങ്കിലും ഓരോ വാർഡുകളിലും ജോലി ചെയ്യുന്നുണ്ടാകും. ഒരു ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് പോകുന്നത് അഡ്മിറ്റായി നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ശുശ്രൂഷിക്കാൻ വരുന്നത് ഏറ്റവും കൂടുതൽ മലയാളികളായിരിക്കും. ഇപ്പോൾ ഇതേപോലെയുള്ള ഡെവലപ്ഡ് രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ NHS ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ മാലാഖമാരായിട്ടുള്ള നേഴ്സുമാരാണ്. പലപ്പോഴും നമ്മൾ ഓരോ ഇൻസിഡൻറ്റുകളൊക്കെ പുറത്ത് വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്നതും ഈ മലയാളി നേഴ്സാണ്. ഇപ്പോൾ അമേരിക്കയിലൊരു സംഭവം നടന്നു അല്ലെങ്കിൽ UK ഒരു ഹോസ്പിറ്റലിലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനകത്തിൽ പ്രധാനമായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്തൊരു മലയാളിയുടെയെങ്കിലും പേര് നമ്മൾ കേൾക്കാറുണ്ട്. നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെയുള്ള ഡെവലപ്ഡ് കൺട്രികളാണെങ്കിൽ പോലും നമ്മൾ NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് നമ്മുടെ ജോലിയിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന. നമുക്കറിയാം, വിവിധ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്ത നേഴ്സിനെ സംബന്ധിച്ചോളം അവരുടെ വാർഡുകളിൽ വരുന്ന രോഗികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള സ്വഭാവക്കാരായിരിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരായിരിക്കും പല ആൾക്കാരും നമുക്കറിയാം പലപ്പോഴും മാടായിട്ടൊക്കെ വന്നിട്ട് നേഴ്സുമാരെ തെറി വിളിക്കുന്നത്, ചീത്ത വിളിക്കുന്നത് ഒക്കെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ ഇതേപോലെയുള്ള വികസിത രാജ്യങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും പല സമയങ്ങളിൽ നമ്മൾ കാണാറുള്ളതാണ് ഇതേപോലൊക്കെ തന്നെ ഈ വിത്ഡ്രോവൽ സിൻഡ്രോമായിട്ടൊക്കെ വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിലുള്ള അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അവരെ വന്നിട്ട് വഴക്കുണ്ടാക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഫാമിലി വന്നിട്ട് നേഴ്സസിനോട് വഴക്കുണ്ടാകുന്നതൊക്കെയുള്ള സർവ്വസാധാരണമായിട്ടുള്ള കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം കുറച്ച് ഏജ്ഡായിട്ടുള്ള ചിലപ്പോൾ ഡിമെൻഷ്യയൊക്കെ ബാധിച്ചിട്ടുള്ളവരായിരിക്കും. അവരെന്താണ് ചെയ്തതെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ചിലപ്പോൾ അവർ യൂറിൻ ബോട്ടിൽ കൊണ്ട് അടിക്കുകയും അല്ലെങ്കിൽ അതേപോലെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ പലപ്പോഴും ഗ്യാസ്ട്രോയിലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി റിസ്ക് ആണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. ഈ ഒരു വിത്ഡ്രോവൽ സിൻഡ്രോമായിട്ടൊക്കെ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടൊക്കെ വരുന്ന പേഷ്യൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി റിസ്ക് ആണ്. കാരണം ഏത് സമയത്താണ് ഈ പേഷ്യൻസ് ഇതേ രീതിയിൽ പ്രതികരിക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ നേഴ്സസാണ്, അവിടെ ചെന്നു അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ടാബ്ലറ്റ് കൊടുക്കുന്നു, അവർക്ക് വേണ്ടുന്ന ഇഞ്ചക്ഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ ഡ്രിപ്പ് ഇടുന്നു, അപ്പോൾ IV കൊടുക്കുന്നു. ഇതേ സമയത്തായിരിക്കും അവർ പെട്ടെന്ന് അവർ പ്രതികരണം നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ അടി വരുന്നത് അല്ലെങ്കിൽ തൊഴി വരുന്നത്. നമുക്ക് പലപ്പോഴും അതിനെ തടുക്കാൻ പോലും സാധിക്കാത്ത സമയങ്ങളിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ഫെബ്രുവരി 18 അമേരിക്കയിലെ വെസ്റ്റ് പാം ഹോസ്പിറ്റലിൽ ഫ്ലോറിഡയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോഴേ വെളിയിൽ വന്നിരിക്കുന്നത്. ലീലാമ ലാൽ എന്ന് പറയുന്ന 67-കാരിയായിട്ടുള്ള ഒരു മലയാളി നേഴ്സിനെ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ 3rd ഫ്ലോറിൽ വെച്ച് 33 വയസ്സുകാരനെ സ്റ്റീഫൻ സ്കാൻഡൽബറി എന്നറിയപ്പെടുന്ന ഒരാൾ ക്രൂരമായിട്ട് ആക്രമിച്ച ഒരു വാർത്തയാണ് ഇപ്പോഴേ പുറത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു ഹോസ്പിറ്റലിന് 3rd ഫ്ലോറിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ഉച്ചയ്ക്ക് 1:20 ഈ ഒരു സംഭവം നടക്കുന്നത്. A nurse for 21 years at Palms West Hospital beaten almost to death Tuesday by Stephen Scantlebury in a 3rd floor patient room. Scantlebury then escaped and was arrested running down Southern Boulevard. Leela Lal airlifted to St. Mary's trauma unit with almost every bone in her face broken. Stephen admitted Scantlebury, a psychiatric patient under a Baker Act hold, because the hospital is not a Baker Act receiving facility and lacks the training and security needed. നമുക്കറിയാം, ഇതേപോലെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ ഡ്യൂട്ടി മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അത് 33 വയസ്സാണോ 60 വയസ്സാണോ 90 വയസ്സാണോ ഒന്നും നമ്മൾ ഒരിക്കലും നോക്കാറില്ല. ആ രോഗിക്ക് എന്താണോ അസുഖം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളായിരിക്കും നമ്മൾ നൽകുന്നത്.
സാധിക്കുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലുകളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴെന്ന് വെച്ചാൽ ഇപ്പം ഓരോ വാർഡുകളിലോ അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിലോ അങ്ങനെയൊന്നും സെക്യൂരിറ്റികളൊന്നും ഒരിക്കലും നിൽക്കുന്ന ഒരു പരിപാടി നമ്മളിവിടെയും കണ്ടിട്ടില്ല. നമുക്ക് സെക്യൂരിറ്റിയുടെ ആവശ്യം വന്നു കഴിയുമ്പോൾ ഉടനെ ഫോൺ ചെയ്തുകൊണ്ട് സെക്യൂരിറ്റിയെ വിളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്ലോറിഡയിലെ ഈ പാം വെസ്റ്റ് ഹോസ്പിറ്റലിൽ നടന്ന ഒരു ആക്രമണം എന്ന് പറഞ്ഞാൽ വളരെയധികം ബ്രൂച്വലായിരുന്നു. ഈ 67 വയസ്സുകാരിയായ നമ്മളുടെ ഈ മലയാളി ആയിട്ടുള്ള ആ ഒരു നേഴ്സിനെ തറയിൽ ഇട്ടിട്ട് അവരുടെ മുഖത്ത് വലിയ രീതിയിൽ ഇദ്ദേഹം മുഷ്ടി ചുരുട്ടി ഇടിച്ച് ആ ഒരു മലയാളി നേഴ്സിൻ്റെ മുഖത്തെ അസ്ഥികൾ മുഴുവനും ഒടിഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. മാത്രമല്ല അവർക്ക് 2 കണ്ണിലും വലിയ രീതിയിൽ പരിക്ക് പറ്റിയിരിക്കുന്നു. മിക്കവാറും അവരുടെ കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യതകളാണ് ഇപ്പോഴും ഏറ്റവും കൂടുതലുള്ളത്. ഇതേപോലെയുള്ള ഒരു ഹോസ്പിറ്റലിലെ 3rd ഫ്ലോറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റൂമിലായിരിക്കും ഒരു പേഷ്യൻ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ ചിലപ്പോൾ ഒരു നേഴ്സായിരിക്കും അല്ലെങ്കിൽ 2 നേഴ്സന്മാരായിരിക്കും ഈ ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കാനായിട്ട് ചെയ്യുന്നത്. പക്ഷെങ്കിൽ പെട്ടെന്ന് ഇതേപോലെയുള്ള വയലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ പ്രതികരിക്കാനായിട്ട് സാധിക്കത്തില്ല. മാത്രമല്ല നമ്മളുടെ ഈ ഒരു മലയാളി നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 67 വയസ്സുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അവർക്ക് എത്രമാത്രം റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഈ ലോകത്ത് മുഴുവനും നമ്മൾ നോക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഇവിടെ നമ്മളുടെ മലയാളികളായാലും ഇന്ത്യക്കാരായിട്ടുള്ള നേഴ്സസ് ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും അറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള രോഗികളെ നമ്മൾ ചികിത്സിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ കെയർ നമ്മൾ തന്നെ എടുക്കേണ്ടതായിട്ട് വരും. കാരണം ഇതേപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും അന്നേരം റെസ്ട്രിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതേപോലെ നമുക്കറിയാം മുഖത്തൊക്കെ ഇടി കിട്ടുക അല്ലെങ്കിൽ കണ്ണിനൊക്കെ പഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ബ്രൂച്വലായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഇത് 33 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്. അദ്ദേഹത്തിന് മെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ അത് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു കാരണമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോഴും പറയുന്നത്. എന്തുവായാലും അദ്ദേഹം ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഈ ഒരു നേഴ്സിനെ ഇടിച്ച് അവരെ വലിയ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡ് ആക്കിയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിൽ നിന്ന് പോയി റോഡിൽ കൂടി നടന്നു പോകുന്ന ഒരു ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ECGയുടെ ഈ സ്റ്റിക്കർ മുഴുവനും ഒട്ടിച്ചുകൊണ്ട് റോഡിൽ കൂടി ഓടിപ്പോകുന്ന വീഡിയോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഇത് വളരെയധികം ബ്രൂച്വലായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലായിടത്തും ഇതുപോലെ നമ്മുടെ മലയാളി നേഴ്സസ് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം. എന്തായാലും നമ്മളുടെ ഈ ഒരു നേഴ്സ് ഇപ്പോഴേ കുറച്ചുകൂടി റിക്കവറായി വരുന്നുണ്ട്. ഫ്ലോറിഡയിലുള്ള ധാരാളം നേഴ്സസാണ് ഇപ്പോഴേ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും ഒക്കെ ഇപ്പോഴേ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതേപോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് നേഴ്സായാലും എത്ര വലിയ ധൈര്യമുള്ളവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള അപകടങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ചാടാറുണ്ട്. അപ്പം നമ്മൾ ചികിത്സിക്കുന്ന പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പേഷ്യൻ്റ് ആണെങ്കിലും നമ്മൾ കുറച്ചുകൂടി നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇദ്ദേഹത്തിനെതിരെ ഇപ്പോഴേ 2nd ഡിഗ്രി മർഡർ അങ്ങനെയുള്ള ഒരു ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ എന്തായാലും കോർട്ടിൽ ആദ്യത്തെ വാദം നടന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോളിസിറ്റായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മെൻ്റലായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടെന്നുള്ള വാദങ്ങൾ നടത്തിയെങ്കിലും ബെയിലിന് വേണ്ടി അവർ വാദിച്ചിരുന്നു. അതുപോലൊക്കെ തന്നെ അവരുടെ വീട്ടു തടങ്കലിൽ അദ്ദേഹത്തിനെ പാർപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷേ കോടതി അതെല്ലാം തന്നെ റിജക്റ്റ് ചെയ്തു. അദ്ദേഹത്തിനെ ജയിലിൽ തുടരാനാണ് ഇപ്പോഴേ ഇന്നലെ കോർട്ട് ഓർഡർ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തായാലും കൂടുതൽ ശിക്ഷ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എത്ര ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെപ്പോലെയുള്ള ഒരു നേഴ്സ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ഒരാൾ അവർ ജീവിക്കാൻ വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇതേപോലെയുള്ള ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ, കാരണം കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ പ്രശ്നത്തിലേക്കായിരിക്കും പോവുക എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ലീലാമ്മ ലാൽ എന്ന് പറയുന്ന നമ്മുടെ മലയാളിയായ നേഴ്സ് എത്രയും പെട്ടെന്ന് റിക്കവർ ആകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.